ചിരിച്ച് മരിക്കും. കോമഡിയാണ്. നന്നായിട്ടുണ്ട്. ഫൺ മൂവി. ഞാൻ സംഭവം എക്സ്പെക്ടേഷൻ ഇല്ലാതെ വന്നതാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ആയിട്ടുണ്ടായിരുന്നു. ഇന്റർവെൽ എത്തിയപ്പോൾ ഞാൻ വെച്ചാൽ ഓക്കെ ഇതും പോയി കാണുമെന്ന് പറഞ്ഞു. പക്ഷെ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പം ഇന്റർവെൽ കഴിഞ്ഞ് ഫസ്റ്റ് സീൻ തൊട്ട് ലാസ്റ്റ് സിനിമ തീരും വരെ ചിരിച്ചോണ്ടാണ് ഇരുന്നത്. കിടിലെന്ന് വെച്ചാൽ വേറെ കിടിലം. ജീത്തു ജോസഫിന്റെ ഇത്ര ഒരു കോമഡി പടം പ്രതീക്ഷിച്ചില്ല. മൈ ബോസ് ലെവൽ എത്തിയില്ലെങ്കിലും കൊള്ളാം, നല്ല പടം. റിപ്പീറ്റ് വാല്യൂ ഉണ്ട്, വർത്ത് വാച്ചിങ്. കൊള്ളാം. കണ്ടിട്ടുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. കൊള്ളാം. കോമഡി നല്ലല്ലോ, വേറെ വലുതായിട്ടൊന്നും ഇല്ല. ഫാമിലി ആയിട്ടിരിക്കുക, അല്ല വലിയ ഇതില്ല. നല്ല സസ്പെൻസും കോമഡി നന്നായിട്ടുണ്ട്. നല്ല എൻജോയ്മെന്റ് ആണ് കണ്ടിരിക്കാനായിട്ട്. നല്ല സസ്പെൻസും കോമഡിയും കൂടി ചേർത്തിണക്കി സൂപ്പറാക്കി ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. സാഹചര്യത്തിന് അനുയോജ്യമായ അഭിനയമാണ് എല്ലാവരും. നല്ല പടമാണ്, നല്ല എൻജോയ്മെന്റ് ആണ്, ഭയങ്കര സ്പീഡുണ്ട്. ഇന്റർവെൽ ആവണമെന്നൊന്നും അറിയുന്നില്ല, പടം അവസാനിച്ചെന്ന് നമ്മൾ അറിഞ്ഞില്ല. അത്ര നല്ല പടമാണ്. വീണ്ടും ഒരു രണ്ടാമതൊരു പടത്തിന് ഒരു ഇതിനുള്ള സ്കോപ്പോട് കൂടിയിട്ടാണ് ഈ പടം അവസാനിക്കുന്നത്. നല്ല പടം തന്നെ, നല്ല പെർഫോമൻസ് ആണ്. എക്സ്പീരിയൻസ് ആണ്, നല്ല പടമാണ്. അതിനകത്ത് ഒരുപാട് കോമഡി എലമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ത്രില്ലർ എന്നുള്ള രീതിയിൽ നമ്മൾ പണ്ട് ബോയിങ്ങിന്റെ ഒക്കെ ക്ലൈമാക്സ് ഒക്കെ പോലെ, അല്ല വെട്ടത്തിന്റെ ക്ലൈമാക്സ് ഒക്കെ പോലത്തെ നല്ല രീതിയിലുള്ള ഒരുപാട് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ബൈച്ചേട്ടനും പിന്നെ ബേസിലും ഗ്രേസ് ആന്റണി ഒക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിനൊക്കെ നല്ല പെർഫോമൻസ് ആണ് അവരുടെ. ഒരുപാട് നാൾക്ക് ശേഷം ഇങ്ങനത്തെ ഒരു കോമഡി ത്രില്ലർ എന്നുള്ള രീതിയിലൊരു സിനിമ കാണാൻ പറ്റിയത് നല്ല സന്തോഷമുണ്ട്. പൊളിയായിരുന്നു, സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. ബൈജു സാറിന്റെ അഭിനയം ഒരു രക്ഷയല്ല, സൂപ്പർ. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ആദ്യം തൊട്ട് അവസാനം വരെയും ഫിലിം ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് സിനിമ. നല്ല പടമായിരുന്നു, അത്രേ ഉള്ളൂ. ഇതായിട്ട് തമാശകളൊക്കെ കുറേ സിറ്റുവേഷൻ കോമഡി നിറച്ച് വെച്ചിട്ടുള്ള ഇതാണ് സെക്കൻഡ് ഹാഫ്. പിന്നെ സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം ഉണ്ട് എന്നുള്ള രീതിയിൽ സിനിമ ഒരു പാതി വഴി നിർത്തിയിട്ടാണ് സിനിമ തീരുന്നത്. പോയിരുന്ന് കാണാം. പിന്നെ ഒരു ജസ്റ്റ് കാണാം, നമുക്കൊരു അത്ര ഭയങ്കര മെച്ചപ്പെട്ട സിനിമയൊന്നും പറയാനില്ല. ഫാമിലി ആയിട്ട് പോയിട്ട് ധൈര്യമായിട്ടിരുന്ന് കാണാം എന്നുള്ള, എല്ലാവരുമായിട്ട് കാണാം എന്നുള്ള, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് പറയേണ്ട ബേസിൽ ജോസഫ്, ഗ്രേസ് ആന്റണി, ബൈജു, ഇവരുടെ അഭിനയമാണ് അതിൽ. കാരണം അവരെല്ലാം നന്നായിട്ട് സിനിമയിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു തമാശ അത്രത്തോളം ഏറ്റില്ല എന്ന് വേണം പറയാൻ. പിന്നെ കുറേ സിറ്റുവേഷൻ കോമഡി ഉണ്ട്, അത് കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം എടുക്കാൻ വേണ്ടിയിട്ട് ഈ സിനിമ ഒരു പാതി വഴിയിൽ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ അത് പ്രതീക്ഷിച്ച് ആരെങ്കിലും ഇനി രണ്ടാം ഭാഗം എടുത്താൽ ചിലപ്പോൾ വിജയിക്കുന്നുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ രണ്ടാം ഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കഥയൊന്നും നമ്മളെ അങ്ങ് പിടിച്ചിരുത്തുന്ന രീതിയിലൊന്നും കഥ നിർത്തിയിട്ടില്ല. സിനിമ കണ്ടുകൊണ്ടിരിക്കാം എന്നല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ ജിത്തു ജോസഫിൻ്റെ സിനിമയിൽ ഞാൻ വിചാരിച്ച എന്തെങ്കിലും ത്രില്ലർ പോലെ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചാണ് പോയി കണ്ടത്. പക്ഷെ ഇതൊരു കുറേ തമാശകൾ നിറച്ചിട്ടുള്ള സിനിമ. കണ്ടിരിക്കാം, ജസ്റ്റ് കണ്ടിരിക്കാം എന്നുള്ള, അല്ലാതെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഒന്നുമില്ല. മൈ ബോസിൻ്റെ ഒന്നും 7 അയലത്ത് എത്തൂല സിനിമ. പിന്നെ ഗ്രേസ് ആന്റണി, ബേസിൽ ജോസഫ്, ബൈജു ഇവരുടെയൊക്കെ ആ ഒരു കോമഡി കൊണ്ട്, ആ സിറ്റുവേഷൻ കോമഡി കൊണ്ട് സിനിമ അങ്ങ് പോകുന്നതേ ഉള്ളൂ. പിന്നെ സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ട് എന്നുള്ള രീതിയിൽ സിനിമയെ എങ്ങും എത്തിക്കാതെ ഒരു പാതി വഴിയിൽ കൊണ്ട് നിർത്തിയിട്ടാണ് സിനിമ നിർത്തി പോകുന്നത്. മെസ്സേജ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫൺ റൈഡ്, ഒരു ത്രില്ലർ കോമഡി, നല്ല സിനിമ. എല്ലാവരുടെയും പെർഫോമൻസ് ഒന്നും ചെക്ക്.